Sunny garden lived a little carrot named Pip. He was a very orange carrot with a leafy green top. But Pip was not happy. I wish I wasn't so orange, he sighed. I want to be a different color, like a bright red strawberry or a deep purple blueberry. He decided to go on an adventure to find a new color. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു കിഡ് സ്റ്റോറി എത്രയും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, ഏതു തരം സ്റ്റോറിയാണോ വേണ്ടത് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ജെമിനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ കിഡ് സ്റ്റോറി ബുക്ക് എന്നതിൽ തുറക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഏത് തരത്തിലുള്ള സ്റ്റോറിയാണ് വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എലഫന്റ് ആൻഡ് മങ്കി എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. സ്റ്റോറി തയ്യാറാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ കഥ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോ ദ എലഫന്റ് ആൻഡ് എ മങ്കി എന്നിട്ടുള്ള സ്റ്റോറിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. അതിൽ In a green jungle lived a big elephant named Arjun and a small monkey named Pip. They were the best of friends. I wish I could climb that tree, said Arjun with a sigh. I want to play reach the sky, but my feet are too big for the branches. And I wish I could get to the very top, said Pip. I want to play swing to the stars, but the highest branches are too far away for me to jump. They sat together under the shade of the big tree, feeling a little bit sad that they couldn't play their favorite games. Suddenly, Arjun had an idea. He looked at Pip, then at the tree, and then... ഇനി നമുക്ക് വേറൊരു സ്റ്റോറി കൂടെ ചോദിച്ചു നോക്കാം. ഞാൻ ദ കിഡ് സ്റ്റോറി ഓഫ് മലയാളം എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത് റെഡിയാകുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കടലിനരികിലുള്ള ഒരു ചെറിയ വീട്ടിൽ ലീല എന്നൊരു കുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾക്ക് ഒരു പുതിയ പുസ്തകം കിട്ടി. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകമായിരുന്നു അത്. പുസ്തകത്തിലെ വലിയ വാക്കുകൾ അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് സങ്കടമായി. ദൂരെ ഒരു വിളക്കുമാടമുണ്ടായിരുന്നു. അവിടെ വേണു എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. അടുത്തത് ഞാൻ ഒരു വെജിറ്റബിൾ സ്റ്റോറിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വെജിറ്റബിൾ സ്റ്റോറി തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. The little carrot who wanted to be different. In a sunny garden lived a little carrot named Pip. He was a very orange carrot with a leafy green top. But Pip was not happy. I wish I wasn't so orange, he sighed. I want to be a different color, like a bright red strawberry or a deep purple blueberry. He decided to go on an adventure to find a new color. He wiggled his way out of the soil and hopped across. നിങ്ങൾക്കും ഇതുപോലുള്ള സ്റ്റോറികൾ ഉണ്ടാക്കാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.